താമരശ്ശേരി ഫ്രഷ് കട്ടിനെതിരായ സമരം താൽക്കാലികമായി മാറ്റിവെച്ചു. ഫാക്ടറി തുറക്കാത്തതിനെ തുടർന്നാണ് സമരസമിതി മാറ്റിവെച്ചത്. വൈകിട്ട് 5 മണിയോടെ അമ്പലമുക്കിൽ സമരപ്പന്തൽ കെട്ടി പ്രതിഷേധം തുടരാൻ സമരസമിതി നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇന്ന് രാത്രി നടക്കുന്ന സമരസമിതിയുടെ യോഗത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, സമരം മാറ്റിവെച്ചതിന്റെ കാരണം ഇനി ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും തുടരുക എന്നൊക്കെ സമരസമിതി പറയുന്നുണ്ടോ? വിശദാംശം. ധന്യ, ഇന്ന് വൈകുന്നേരത്തോടെ സമരം പുനരാരംഭിക്കാനായിരുന്നു സമരസമിതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ അനുമതി ലഭിച്ചിട്ടും ഫാക്ടറി തുറക്കാത്തതിനെ തുടർന്നാണ് താൽക്കാലികമായി സമരം മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്ന് 5 മണിയോടെ അമ്പലമുക്കിൽ, അതായത് ഇതിനു മുൻപ് ഒക്കെ തന്നെ ഈ അമ്പലമുക്കിലായിരുന്നു നേരത്തെയൊക്കെ തന്നെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേ സ്ഥലത്ത് തന്നെ ഈ സമരപ്പന്തൽ കെട്ടി സമരം നടത്താനായിരുന്നു, പുനരാരംഭിക്കാനായിരുന്നു സമരസമിതിയുടെ തീരുമാനം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇനി ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കൂ എന്നുള്ള തീരുമാനത്തിൽ ഫ്രഷ് കട്ട് ഉടമകൾ എത്തിയതിനെ തുടർന്നാണ് നിലവിൽ ഫാക്ടറി തുറക്കാത്തതിനെ തുടർന്ന് സമരം താൽക്കാലികമായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടെ സമരസമിതിയിലെ ആളുകൾ ചേർന്ന് യോഗം ചേരും. ഇതിലായിരിക്കും ഇനി എന്താണ്, എപ്പോഴാണ് സമരം തുടരുക, അല്ലെങ്കിൽ ഇനി എന്താണ്, എവിടെ വെച്ചാണ് സമരം നടത്തുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തീരുമാനമാവുക. എന്തായാലും നിലവിൽ ഈ അമ്പലമുക്കിലേക്ക് തന്നെ പ്രതിഷേധ പരിപാടികളും സമരങ്ങളും ഒക്കെ മാറ്റാനുള്ള തീരുമാനത്തിലാണുള്ളത്. സമരം എപ്പോൾ മുതൽ പുനരാരംഭിക്കാനാകുമെന്നുള്ള കാര്യത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തീരുമാനമാകേണ്ടത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഫ്രഷ് കട്ട് ഉടമകളും ഉള്ളത്. ഈ ഡയറക്ടർമാരുടെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ആ ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടാവുക. എന്തായാലും അനുമതി ലഭിച്ചതിനെ തുടർന്ന്, ഫാക്ടറിക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതിയും നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഇത്തരത്തിലൊരു ഫാക്ടറി ഇനി അവിടെ വേണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാരും മുന്നോട്ട് പോകുന്നത്. കർശന ഉപാധികളോടെയാണ് ഈ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഫാക്ടറിക്ക് തുറക്കാനുള്ള അനുമതി ലഭിച്ചത്. അതിനുശേഷം ഇത്തരത്തിൽ മുൻപും ഇതേ രീതിയിലാണ് ഈ ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത്. ഈ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെയായിരുന്നു ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും തങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ഫാക്ടറി അവിടെ നിലവിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. ധന്യ. ശരി ദൃശ്യം.